ഞാൻ ഇവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തം വന്നു 5 ടിക്കറ്റ് എടുത്തിട്ട് പറഞ്ഞ് 200 രൂപ വന്നു. എന്നിട്ട് ടിക്കറ്റ് ഒരു 50 എണ്ണം ടിക്കറ്റ് എടുത്തിട്ട് പഴയ ടിക്കറ്റ് ഒരു 32 എണ്ണം ഇതിൽ വെച്ചു. അപ്പോൾ ഞാൻ പിന്നീട് ടിക്കറ്റ് 2-3 ഓട്ടോറിക്ഷക്കാരോട് ഇങ്ങനെ ടിക്കറ്റിൻ്റെ വളവ് കണ്ടപ്പോൾ നോക്കിയിട്ട് ഓട്ടോറിക്ഷക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, ഇത് പുതിയ ടിക്കറ്റ്. അത് എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ പഴയ ടിക്കറ്റ് വെച്ചു, മുകളിലൊരു 10 ടിക്കറ്റ് എടുത്തിട്ട് മുകളിൽ വെച്ചു അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ ടിക്കറ്റ് ഇത് കഴിഞ്ഞ ആഴ്ചയിലത്തെ ടിക്കറ്റാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഇടയ്ക്ക് സംഭവിക്കാറുണ്ടോ? ഇടയ്ക്ക് എൻ്റെ 5-10 ആയിട്ടും ഒക്കെ പോകാറുണ്ട്. ഒരു പ്രാവശ്യം അതേപോലെ 3000 രൂപ ടിക്കറ്റ് പോയി. നമ്മളിതൊക്കെ ഇപ്പോൾ സ്റ്റേഷനിലൊക്കെ കംപ്ലയിൻറ്റ് ചെയ്തു, അതൊന്നും പിടുത്തം കിട്ടിയില്ല. പിന്നെ ഇപ്പോൾ കുറഞ്ഞത് 50 ടിക്കറ്റ് ഉണ്ടാവും. ഈ 50 ടിക്കറ്റിന് എന്ത് വില വരും? ടിക്കറ്റ് ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് എടുക്കുമ്പോൾ 1700 റുപ്യ വരും. 850 വിറ്റ് എത്ര കിട്ടും? വിറ്റ 2000 കിട്ടും, 300 റുപ്യ കിട്ടും. 2000 കിട്ടേണ്ട ടിക്കറ്റാണ് ഇപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടേക്കണേ. 2000 രൂപയുടെ നഷ്ടം ഈ കർക്കിടക മാസത്തിലുണ്ടായി. പരാതി കൊടുത്തോ? പരാതി ഒന്നും കൊടുത്തിട്ടില്ല. പരാതി ഇപ്പോൾ ഇത് ഇങ്ങനെ പരാതി കൊടുക്കാൻ നമ്മളിപ്പോൾ ഞങ്ങൾ പോകണം. കയ്യിൽ വെച്ച് കറക്കണ സാധനം ഒന്ന് പൊക്കി പിടിച്ച് കാണിച്ചെന്നേ. ഈ സംഭവം പൊക്കി പിടിച്ചാണ്. അങ്ങനെ എന്ത് സംഭവം? ഇതാണ് DC. ഇതിൽ പ്രൈസ് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കാം. അപ്പം അതിൻ്റെ DC നമ്പർ വെക്കുന്നു. കാരണം DC നമ്പർ അല്ലേ? അതിൽ അവർ ഫോൺ നമ്പർ ഉണ്ടാവും. പുറകിൽ നിൽക്കുന്ന ആ ചേച്ചിക്ക് ഇടയ്ക്ക് പറ്റിക്കൽസ് ഉണ്ടാവാറുണ്ട് അല്ലേ? ആർക്കും ഉണ്ടാകാറുണ്ട്. എന്തായാലും നമുക്കൊന്ന് പരാതി കൊടുക്കാം. ഇത് പിടിക്കും, DC പിടിക്കും.